സർവ്വഭൂമിയും യഹോവയാം ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നവംബർ 28, ഒന്നാമത്തെ വായനാ ഭാഗം എസ്തറിൻ്റെ പുസ്തകം 3-4 അധ്യായങ്ങൾ. അഹശ്വേരോശ് രാജാവിൻ്റെ സന്നിധിയിൽ, അല്ലെങ്കിൽ ആ കൊട്ടാരത്തിൽ, അല്ലെങ്കിൽ രാജധാനിയിൽ ഒരു പുതിയ കാര്യം സംഭവിക്കുന്നത്. അവിടെ ഹാമാൻ എന്ന് പറയുന്ന ഒരാൾ ഈ രാജധാനിയിലുണ്ട്. അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം കൊടുക്കുന്നു. രാജാവ് സ്ഥാനക്കയറ്റം കൊടുത്ത് അവിടെ ഉണ്ടായിരുന്ന മറ്റ് പ്രഭുക്കന്മാരുടെ സ്ഥാനങ്ങൾക്ക് മേലെ ഒരു സ്ഥാനമാണ് കൊടുക്കുന്നത്. അപ്പോൾ അവരെക്കാളും താഴ്ന്നിരുന്നിട്ടായിരിക്കണം. എന്നിട്ട് സകല പ്രഭുക്കന്മാരുടെയും ഇരിപ്പിടങ്ങൾക്ക് മേലായിട്ട് വെച്ചു. എന്നിട്ട് അവിടെ ആൾക്കാരെല്ലാം, രാജഭൃത്യന്മാരൊക്കെ ഹാമാനെ കുമ്പിട്ട് നമസ്കരിച്ചു. രാജാവ് അവനെ സംബന്ധിച്ച് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണം, എല്ലാവരും ഹാമാനെ കുമ്പിടണമെന്ന്. പക്ഷെ മൊർദെഖായിയും ഈ കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. മൊർദെഖായി അയാളെ കുമ്പിട്ടില്ല, നമസ്കരിച്ചതുമില്ല. കാരണം ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ എന്നുള്ള കൽപ്പന, ദൈവിക കൽപ്പന ഉണ്ട്. അതറിയാവുന്ന ഹാമാനെ മൊർദെഖായി കുമ്പിട്ടില്ല. മൊർദെഖായിക്ക് ദൈവ സംബന്ധമായിട്ടുള്ള നിയമത്തിലാണ് ഹാമാനെ കുമ്പിടാത്തത്, അല്ലാതെ ഹാമാനോടുള്ള പ്രത്യേകിച്ച് വിരോധം കൊണ്ടല്ല. എന്നാൽ ഇത് പലരും ശ്രദ്ധിച്ചു, രാജഭൃത്യന്മാർ പലരും ശ്രദ്ധിച്ചു. മൊർദെഖായിയോട് പറയുകയും ചെയ്തു, നീ അവനെ കുമ്പിടാതിരിക്കുന്നത് എന്താണ് എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും അത് ചെയ്തില്ല. അപ്പോൾ ഇത് നിലനിൽക്കുമോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ ഈ വിവരം ഹാമാനോട് പറയിച്ചു. ഇങ്ങനെ ഒരുവൻ നിന്നെ കുമ്പിടുന്നില്ല, അവൻ പക്ഷേ ഒരു കാര്യമുണ്ട്, അവന് യഹൂദനാണ് എന്ന വിവരവും അവരോട് പറഞ്ഞു. പക്ഷെ അത് ഹാമാന് ഭയങ്കര കോപമായി. അപ്പം ഹാമാൻ വിചാരിച്ചു, ഇവനെ മാത്രമായിട്ട് നശിപ്പിച്ചാൽ പോരാ, ഇവൻ്റെ കുലം, അതായത് യഹൂദന്മാരെ ഒന്നാകെ നശിപ്പിക്കേണ്ടതിന് വേണം ചെയ്യേണ്ടത്, അതാണ് ചെയ്യേണ്ടത് എന്നും പറഞ്ഞിട്ട് അയാൾ അതിനുള്ളൊരു അവസരം തക്കം പാർത്തിരുന്നു. അങ്ങനെ ഒരു സമയമായപ്പോൾ അഹശ്വേരോശ് രാജാവിൻ്റെ 12-ാമത്തെ വർഷം ഹാമാൻ ചെന്ന് രാജാവിനോട് പറഞ്ഞു, നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലും ഒരു ജാതി മാത്രം ചിന്നിച്ചെതിരി കിടക്കുകയാണ്. അവരുടെ ന്യായപ്രമാണം വ്യത്യാസമാണ്. വ്യത്യസ്തമായ ന്യായപ്രമാണമാണ് അവർക്കുള്ളത്. അവർ രാജാവിൻ്റെ ന്യായപ്രമാണത്തെ, നമ്മുടെ നിയമങ്ങളൊന്നും അനുസരിക്കാതെ അവർ ചിതറിക്കിടക്കുകയാണ്. അവർ വലിയ ദോഷമാണ്. അങ്ങനെ വിടുന്നത് നല്ലതല്ല. രാജാവിന് സമ്മതമുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കേണ്ടത് സന്ദേശം എഴുതി അയക്കണം. എന്നാൽ ഞാൻ കാര്യവിചാരകന്മാരുടെ കയ്യിൽ 10,000 താലന്ത് വെള്ളി രാജാവിൻ്റെ ഭണ്ഡാരത്തിലേക്ക് കൊടുത്തയക്കാമെന്ന് പറഞ്ഞു. രാജാവ് മുദ്രമോതിരം ഊരി അയാളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, നീ ആ വെള്ളി നീ എടുത്തോ, ആ ജനത്തെയും നീ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ വെള്ളി കൊടുക്കേണ്ടി വന്നില്ല. ഈ ആഗ്രഹം അയാൾക്ക് സാധിക്കുകയും ചെയ്തു. രാജാവ് കൽപ്പന എഴുതി കൊടുക്കാനുള്ള കൽപ്പന പോലും രാജാവ് എഴുതാതെ അയാളെ കൊണ്ട് തന്നെ അതിൻ്റെ സ്വാതന്ത്ര്യം കൊടുത്തു. അപ്പോൾ അതിൽ ഈ രായസക്കാരുണ്ടല്ലോ, അതായത് ഇത് എഴുതും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ, കൽപ്പനകളൊക്കെ എഴുതുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് രാജാവ് സന്നിധിയിൽ അല്ലെങ്കിൽ രാജധാനിയിലുള്ള ഉദ്യോഗസ്ഥരാണ്. അവരെ കൊണ്ട് എഴുതി ഇതൊക്കെ ചെയ്ത് അയക്കുകയാണ്. ഇതിൽ എഴുതിയിരിക്കുന്ന നാദാർ മാസമായ 12-ാം തീയതി 13-ാം മാസം തന്നെ സകല യഹൂദന്മാരെയും ആബാലവൃദ്ധ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നശിപ്പിച്ച് കൊന്നുമുടിക്കുകയും അവരുടെ വസ്തുവക കൊള്ളയിടുകയും ചെയ്യണമെന്ന് രാജാവിൻ്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അഞ്ചൽക്കാർ വശം എഴുത്തയച്ചു. ഒരു ഡേറ്റ് വെച്ചിരിക്കുകയാണ്, ഒരു തീയതി വെച്ചിട്ട് ആ തീയതിയിൽ ഇത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അഞ്ചൽക്കാർ അഞ്ചൽ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ തപാൽ പോസ്റ്റ്മാൻ എന്ന അഞ്ചൽക്കാർ, പോസ്റ്റ്മാൻ, അവരിത് സകല സംസ്ഥാനങ്ങളിലും, ഈ 127 സംസ്ഥാനങ്ങളിലും ഇത് കൊടുക്കണം. 127 സംസ്ഥാനങ്ങളിലും അവിടുത്തെ ദേശാധിപതികൾ, അവിടുത്തെ പ്രധാനികളായിട്ടുള്ള ആൾക്കാർ ജനത്തിൻ്റെ ഇടയിൽ ഇത് പരസ്യമായിട്ട് വായിച്ച് സകല ജാതികൾക്കും പരസ്യം ചെയ്തു. തീർപ്പിൻ്റെ പകർപ്പ് ഓരോ സംസ്ഥാനത്തിലും പ്രസിദ്ധമാക്കി. അത് എഴുതി പ്രസിദ്ധമാക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ഈ ചെണ്ട കൊട്ടി വിളിച്ചു പറയുകയായിരിക്കാം. അപ്പോൾ അങ്ങനെ എന്തായാലും ഏതെങ്കിലും രീതിയിലൊക്കെ ആയാലും അത് പരസ്യം എല്ലായിടത്തും എത്താൻ വേണ്ടി എല്ലാം സംഭവം നടന്നു. അതങ്ങനെ നടക്കുകയാണ്. 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, ഇത് അറിഞ്ഞ മൊർദെഖായി വസ്ത്രം കീറി രട്ടുടുത്ത് വെണ്ണീർ വാരിയിട്ടും കൊണ്ട് പട്ടണത്തിന് നടുവിൽ ചെന്നു എന്നാണ്. എന്നിട്ട് നിലവിളിച്ച് കരഞ്ഞു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ രട്ടുടുക്കുക, വെണ്ണീറിൽ കിടക്കുക എന്നൊക്കെ പറയുന്നത്, ഇത്
ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ആണ് ഇത് സംഭവിക്കുക. അപ്പം അവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് അറിയാവൂ. പക്ഷേ വേറെ പല ജാതികളും അത് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഇത് ഇസ്രായേലിൻ്റെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഉള്ള ഒരു കാര്യമാണ്. പുസ്തകത്തിൽ തന്നെ നമുക്ക് പലയിടത്തും ഇങ്ങനെ ചെയ്തതായിട്ടും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ദൈവവും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, അത് നമുക്കറിയാം. പക്ഷെ അപ്പോൾ ഇവിടെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഈ പുസ്തകത്തിൽ, എസ്തറിൻ്റെ പുസ്തകത്തിൽ എങ്ങും ദൈവം എന്നൊരു വാക്കില്ല, യഹോവ എന്നൊരു വാക്കില്ല, ദൈവജനം എന്നൊരു വാക്ക് അങ്ങനെ കാണാനില്ല. അതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇവർക്ക് ദൈവത്തെ അറിയാമായിരുന്നുവെന്നും ഇവർ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇത് മൊർദെഖായി ഒക്കെ പ്രവാസത്തിൽ വന്ന ആളുകളാണല്ലോ. പ്രവാസത്തിൽ തന്നെ വന്ന ആളുകളാണ്. അപ്പോൾ ഇവിടെ വന്ന് ജനിച്ചവരല്ല. മൊർദെഖായി ഒക്കെ അവിടുന്ന് പുറപ്പെടുമ്പോഴേ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഈ രട്ടെടുത്ത്, രട്ടെന്ന് പറഞ്ഞാൽ ചാക്കുശീല ഉടുത്ത് വെണ്ണീർ വാരി ഇട്ടുകൊണ്ട് ആ ഒരു ദൈന്യതയുടെ, തനിക്ക് വന്നുപോയ കഷ്ടതയിൽ ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു ഭാഗമാണത്. അപ്പോൾ ഇങ്ങനെ എല്ലാ സംസ്ഥാനത്തും യഹൂദന്മാരുടെ ഇടയിൽ മഹാദുഃഖവും ഉപവാസവും കരച്ചിലും വിലാപവും ഉണ്ടായി. ഇതുപോലെ തന്നെ എല്ലാവരും ഒരുപാട് പേർ രട്ടെടുത്ത് വെണ്ണീറിലിരുന്നു. എസ്തേറിൻ്റെ ബാല്യക്കാരത്തികളും ഷണ്ഡന്മാരും വന്ന് അത് രാജ്ഞിയെ അറിയിക്കുകയും ചെയ്തു. അവൾ വ്യസനിച്ചിട്ട് മൊർദെഖായിക്ക് ചാക്കുശീല മാറ്റി വേറെ വസ്ത്രം എടുക്കാൻ വേണ്ടി വേറെ വസ്ത്രമൊക്കെ കൊടുത്തയച്ചു. പക്ഷേ മൊർദെഖായി അത് ഉടുക്കാനും തയ്യാറായില്ല. ഇതിൻ്റെ കാരണം എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഷണ്ഡന്മാരിലൊരുത്തനായ ഹദാക്കിനെ മൊർദെഖായിയുടെ അടുക്കൽ പോയി വരാൻ അനുവദിച്ചു. മൊർദെഖായി തിരിച്ച് ശൂഷനിൽ പരസ്യമാക്കിയിരുന്ന ഈ പരസ്യത്തിൻ്റെ ഒരു പകർപ്പ് അതുകൂടെ എസ്തേറിനെ കാണിച്ച് വിവരം അറിയിക്കാൻ കൊടുത്തു. എന്നിട്ട് നീ തൻ്റെ ജനത്തിന് വേണ്ടി, എസ്തർ തൻ്റെ ജനത്തിന് വേണ്ടി യാചനയും പ്രാർത്ഥനയും കഴിക്കാനും അവളോട് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചൊരു മറുപടി എസ്തറിൻ്റെ വന്നത്, ഈ രാജാവ് വിളിക്കാതെ രാജാവിൻ്റെ മുമ്പ് ചെല്ലാനുള്ള സാഹചര്യമില്ല, അങ്ങനെ പോകാൻ പാടില്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അതിനൊരു സമയം പറയുന്നുണ്ട്. 30 ദിവസമായിട്ട് രാജാവ് എന്നെ വിളിച്ചിട്ടില്ല. ആരെങ്കിലും രാജാവ് വിളിക്കാതെ അവിടെ ചെന്നാൽ രാജാവ് അവരെ കൊന്നുകളയണമെന്നുള്ളതാണ് രാജകൽപ്പന. അതാണ് എൻ്റെ വ്യവസ്ഥ. അപ്പം ഞാനത് വിളിക്കാതെ പോയാൽ എന്നെ അവർ കൊന്നുകളയും. ഇതാണ് അറിയിക്കുന്നത്. നീ രാജധാനിയിൽ ഇരിക്കുന്നത് കൊണ്ട് എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടു കൊള്ളുമെന്ന് നീ വിചാരിക്കരുത്. ഈ സമയം നീ മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തുനിന്ന് ഉദ്ധാരണവും രക്ഷയുണ്ടാകും. എന്നാൽ നീ നിന്റെ പുത്രഭവനവും നശിച്ചു പോകും. നീ ഓർക്കണം, ഇങ്ങനെ ഒരു കാര്യം വരാനിരിക്കുന്നുണ്ട് എന്ന് ദൈവം അറിഞ്ഞിട്ട് ദൈവം നിന്നെ മുന്നമേ അവിടെ നിയമിച്ചതാണോ എന്ന് ആർക്കറിയാം? അതായത് ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്, ആർക്കറിയാം? അപ്പം എസ്തർ മൊർദെഖായിക്ക് മറുപടിയും കൊടുത്തുവിട്ടത്, നീ ചെന്ന് ശൂഷനിൽ ഉള്ള എല്ലാ യഹൂദന്മാരെയും ഒരുമിച്ച് കൂട്ടി 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പിൻ. ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ 3 ദിവസം ആഹാരം വെള്ളവും ഒന്നും കഴിക്കാതെ രാവും പകലും ഞങ്ങൾ ഉപവസിക്കും. എന്നിട്ട് അങ്ങനെ ഉപവസിച്ചതിന് ശേഷം നിയമപ്രകാരമല്ലാതെ തന്നെ രാജസന്നിധിയിൽ ഞാൻ പോവും. നിയമം എന്താണ്? രാജാവ് വിളിച്ചാൽ മാത്രമേ അവിടേക്ക് ചെല്ലാവൂ. പക്ഷെ ഞാൻ നിയമപ്രകാരമല്ലാതെ രാജാവിൻ്റെ സന്നിധിയിൽ പോകും. എന്തിനാണ്? ഈ വിവരം രാജാവിനോട് അറിയിക്കാൻ. പക്ഷേ ഞാൻ പോകുമ്പം പോകുന്നതിന് ദൈവത്തിൻ്റെ അനുകൂലം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് 3 ദിവസത്തെ രാവും പകലും എസ്തറും അതുപോലെ തന്നെ മൊർദെഖായിയും അതുപോലെ തന്നെ ഈ യഹൂദ ജനമാകെ അത് ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ ആകെ എന്ന് പറയുമ്പോൾ 127 സംസ്ഥാനങ്ങളിലുള്ള ജനം ചെയ്യാൻ, അതറിയിക്കാൻ ഒരുപാട് സമയം വേണം. എന്നാൽ ഈ ശൂഷൻ രാജധാനിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രദേശത്തെ ബാബേലിലെ അവിടെ ഇത് ചെയ്യാൻ പറ്റും. അവിടെയുള്ള ആൾക്കാരെ അറിയിക്കാൻ പറ്റും. കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പെട്ടെന്നത് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അവർ ഉപവസിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്, ഈ കാര്യം സാധ്യമാകാൻ വേണ്ടിയിട്ടാണ്. ഈ രാജാവിൻ്റെ സന്നിധിയിൽ ഈ വിവരം അറിയിക്കുമ്പോൾ അത് അനുകൂലമാണ്, രാജാവ് അനുകൂലമായിട്ട് യഹൂദന്മാരെ സഹായിക്കാൻ തക്കവണ്ണമുള്ള ഒരു തീരുമാനം ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ഉപവസിക്കുന്നത്. എന്നിട്ട് നിയമപ്രകാരം അല്ലെങ്കിൽ ഞാൻ ഈ രാജാവിൻ്റെ സന്നിധി പോവും. ഞാൻ മരിക്കുന്നെങ്കിൽ
മരിക്കട്ടെ, ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. അങ്ങനെയെന്ന് എസ്തർ കൽപ്പിച്ചതുപോലെയൊക്കെ മൊർദെഖായി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മൊർദെഖായും ജനമെല്ലാം 3 ദിവസം രാവും പകലും ആഹാരവും വെള്ളവും കഴിക്കാതെ ഉപവസിക്കാനും അവർ തീരുമാനിക്കുന്നു, അതും ചെയ്യുകയുണ്ട്. ഇനി ഇതിന് ശേഷമുള്ള സംഭവങ്ങളാണ് നമ്മൾ അടുത്ത അധ്യായങ്ങളിൽ വായിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടാകാത്ത ഒരു പ്രത്യേക, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, അപ്രതീക്ഷിതമായത് മാത്രമല്ല, നടക്കാൻ പോകുന്നതും സംഭവിക്കാൻ പാടില്ല. ഒരു ജനത്തെ മുഴുവൻ ഒരു ദേശത്ത് നശിപ്പിച്ച് കളയാൻ തക്കവണ്ണം ഒരു കാര്യം പറയുമ്പോൾ അത് കേട്ട ഒരു പൊട്ടൻ രാജാവ് ആയിപ്പോയല്ലോ അയാൾ എന്നുള്ളത് മറ്റൊരു സംഗതി. അത് രാജാവ് തൻ്റെ പ്രജകൾക്കെല്ലാം സംരക്ഷണം കൊടുക്കേണ്ട ആളല്ലേ. പക്ഷെ ആ തരത്തിലല്ല അയാൾ പെരുമാറുന്നത്. അയാൾ ഹാമാൻ എന്നൊരു വ്യക്തിയെ മാത്രം വിശ്വസിക്കുകയും അയാൾ പറഞ്ഞ കാര്യത്തിന് അയാൾക്ക് അനുകൂലമായി അയാളെ പ്രോത്സാഹിപ്പിക്കുകയും അയാളുടെ ഇഷ്ടം മാത്രം നോക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഇത് യഥാർത്ഥ രാജധർമ്മമല്ല. ആ തരത്തിൽ ഒക്കെ അതിനകത്തുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഇങ്ങനെയാണ് സംഭവിച്ചത്. പൊട്ടത്തരമായാലും നല്ലതായാലും രാജാവായാലും നല്ല കാര്യം ചെയ്താലും എങ്ങനെയായാലും ഈ യഹൂദന്മാർക്ക് ഇന്നൊരു വലിയ ഒരു ഭ്രംശം വരാൻ തക്കവണ്ണമുള്ള ഒരു തീരുമാനമായിരിക്കുകയാണ്. ഈ 127 സംസ്ഥാനങ്ങളിലെയും സകല യഹൂദ കുടുംബങ്ങളെയും നശിപ്പിക്കാനും അവരുടെ വസ്തുവകൾ കൊള്ളയിടുവാനുമാണ് ഇവിടെ കൽപ്പന വന്നിരിക്കുന്നത്. ഇതിനെയാണ് പരാജയപ്പെടുത്തുവാനുള്ള പ്രാർത്ഥനയോടുകൂടിയുള്ള ഒരു ശ്രമം. അത് മനുഷ്യൻ്റെ ബുദ്ധിയല്ല, മറിച്ച് ദൈവത്തിൻ്റെ ആശ്രയിച്ച് തന്നെയാണ്, ദൈവത്തിൻ്റെ സഹായം ഉണ്ടാകണമെന്ന് വിചാരിച്ച് തന്നെയാണ് അവർ ഈ കാര്യം ചെയ്യുന്നത് എന്നുള്ളത് ഇന്ന് നമ്മളായിരിക്കും ദൈവജനത്തിന് പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യമാണ്. രണ്ടാമത്തെ വായന ഭാഗം ആമോസ് പ്രവചനം 8-ാം അധ്യായം. കഴിഞ്ഞ അധ്യായങ്ങളിൽ കണ്ടതിനേക്കാളും ശക്തവും തീവ്രവും ഭയാനകവുമായ വാക്കുകളാലാണ് ഈ ജനത്തോട് ദൈവം ആമോസ് പ്രവാചകനോട് സംസാരിക്കുന്നത്. പ്രവാചകൻ എഴുതുകയാണ്, കർത്താവ് എനിക്ക് ഒരു കുട്ട പഴുത്ത പഴം കാണിച്ചു തന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, നീ എന്ത് കാണുന്നുവെന്ന്. ഞാനൊരു കുട്ട പഴുത്ത പഴം കാണുന്നുവെന്ന് ആമോസ് മറുപടിയും പറയുകയാണ്. അപ്പോൾ ദൈവം പറയുകയാണ്, എൻ്റെ ജനമായ ഇസ്രായേലിന് പഴുപ്പ് വന്നിരിക്കുന്നു, ഞാൻ ഇനി അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല. ആ ശിക്ഷ നടപ്പാക്കുമ്പോൾ മന്ദിരത്തിലെ ഗീതങ്ങൾ പൊതുവെ കേൾക്കാൻ ഇമ്പമുള്ളതും കേൾക്കുമ്പം സന്തോഷം തരുന്നതും ആശ്വാസം തരുന്നതുമായ ഗീതങ്ങൾ, മന്ദിരത്തിലെ ഗീതങ്ങൾ, അത് മുറവിളിയാകും. ശവം അനവധി. ആ ശവം അനവധി അതെല്ലായിടത്തും അവ എറിഞ്ഞു കളയും. മിണ്ടരുത് എന്ന് കർത്താവ് പറയാണ്. എന്നിട്ട് ഇവർ ചെയ്യുന്ന ചില മറ്റുള്ളവരെ വഞ്ചിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ചില കാര്യങ്ങളെ, കച്ചവടത്തിൽ വരുന്ന കാര്യത്തെ സംബന്ധിച്ച് കള്ളത്തിലോസ്, എഫായ എന്ന് പറയുന്നതിനെ കുറയ്ക്കും, ഷേക്കലിനെ വലുതാക്കും. എന്നിട്ട് ആളുകളെ അങ്ങനെ അളവിലും തൂക്കത്തിലും ഒക്കെ പറ്റിക്കും. എന്നിട്ട് ദരിദ്രന്മാരെ ഒരു കൂട്ട് ചെരുപ്പിന് മേടിക്കേണ്ടതിനും വഞ്ചന പ്രവർത്തിച്ച് എളിയവരെ പണത്തിനും ഒക്കെ ചെയ്യേണ്ടതിനും ഇതൊക്കെ ചെയ്യാൻ അവർക്ക് യാതൊരു മടിയുമില്ല. അപ്പോൾ അമാവാസി ദിവസവും അല്ലെങ്കിൽ ശബത്ത് കഴിഞ്ഞെങ്കിൽ കട തുറക്കാം എന്ന് പറഞ്ഞൊക്കെ നിൽക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള അവരെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇതൊക്കെ ഇല്ലാതാക്കാൻ പോകുന്നവർ ഇത് കേൾപ്പിൻ, ഞാൻ അവരുടെ പ്രവൃത്തികളെ യാതൊന്നും ഒരു നാളും മറക്കയില്ല. യാക്കോബിൻ്റെ മഹിമയെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു. അത് നിമിത്തം ഭൂമി നടുങ്ങുകയും അതിൽ പാർക്കുന്ന ഏവരും ഭ്രമിച്ചു പോവുകയും ചെയ്യും. അത് മുഴുവൻ അവിടുത്തെ നീല നദി പോലെ ആയിത്തീരും. എന്നിട്ട് കാര്യം പറയുന്നത്, അന്നാളിൽ ഞാൻ ഉച്ചയ്ക്ക് സൂര്യനെ അസ്തമിപ്പിക്കും, പട്ടാപ്പകൽ ഭൂമി ഇരുട്ടാക്കുകയും ചെയ്യും. ഇത് ആ പ്രവചനം തന്നെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുന്ന ദിവസം ഈ പറയുന്ന കാര്യം സംഭവിക്കുന്നുണ്ട്. പകൽ ഉള്ള ഇരുട്ടാകുന്നത് ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉത്സവങ്ങളെ ദുഃഖമായും നിങ്ങളുടെ ഗീതങ്ങളെ വിലാപമായും മാറ്റുമെന്നല്ല, മാറ്റും. അത് എന്നിട്ട് പറയാൻ, ഞാൻ അതിന് ഏകജാതന് ഒരു മകനേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു സന്തതിയേ ഉള്ളൂ, ആ ഒരു സന്തതി മരിക്കുമ്പോഴുള്ള ദുഃഖം പോലെ. അപ്പോൾ യേശുവും ആ ഏകജാതനാണ്.
അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു സമയത്ത് സംഭവിക്കുന്നതാണെന്ന് തോന്നുന്നില്ല, പല സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതിന് പ്രധാനമായിട്ട് ഒരു വാക്യം നമുക്ക് കാണാൻ പറ്റുന്നത്, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന ആളുകൾ വരുന്നു. അപ്പം അങ്ങനെ ഒരു കാലം ഇതുവരെ ആയിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ അങ്ങനെ ഒരു കാലം വരും, എന്തായാലും വരും. അത് ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ ഇനിയാണ് അത് സംഭവിക്കാണ്ടിരിക്കുക. അപ്പോൾ യഹോവയുടെ വചനങ്ങളെ, അപ്പം വചനം ഇപ്പം വചനം എല്ലാവരും ലഭിക്കും, ബൈബിളുകളുണ്ട്, ഒക്കെ ഉണ്ട്, എല്ലാ ഭാഷയിലും ബൈബിളുണ്ട്. വചനത്തിന് യാതൊരു പഞ്ഞമില്ല. അന്വേഷിക്കുന്നവർ വചനം എവിടെ ഉണ്ടെന്ന് അന്വേഷിക്കാൻ കിട്ടും. പക്ഷേ വചനം കിട്ടാത്തൊരു കാലം, വചനം എങ്ങും വചനം കാണത്തില്ല. ചിലപ്പം ബൈബിളുകൾ നശിപ്പിക്കപ്പെടുന്ന കാലത്തെ സംബന്ധിച്ചായിരിക്കും ചിലപ്പോൾ അത് പറയുന്നത്. ആ പുസ്തകങ്ങളെ കാണത്തില്ല. അങ്ങനെ ശത്രു വന്ന് അത്തരം കാര്യങ്ങൾ നശിപ്പിക്കുന്നത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കണ്ടുകെട്ടുകയും അതിനെയൊക്കെ നശിപ്പിക്കുകയും ചെയ്യുന്ന കാലം ചിലപ്പോൾ വരുമായിരിക്കാം. അപ്പോൾ ഈ അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന ആൾ വരുന്നു. എന്നിട്ട് പറയാണ്, യഹോവയുടെ വചനം അന്വേഷിച്ച് സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും ഉഴന്നു ചെന്ന് അന്വേഷിച്ചാലും അത് കിട്ടുകയില്ല. ദൈവത്തിൻ്റെ വചനം കിട്ടുകയില്ല. ഒരു പ്രവാചകരിൽ നിന്ന് കിട്ടത്തില്ല, ഒരു പുരോഹിതനിൽ നിന്ന് കിട്ടത്തില്ല, ഒരു ദൈവദൂതൽ നിന്ന്, ഗോഡ്ലി ഏഞ്ചൽസ്, ഗബ്രിയേൽ പോലുള്ള മാലാഖമാരുടെ നിന്ന് കിട്ടത്തില്ല. എഴുതപ്പെട്ട വചനവും കാണാൻ കഴിയില്ല. അല്ലെങ്കിൽ വചനം കിട്ടണമല്ലോ. അങ്ങനെ കണ്ടുകിട്ടുകയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. വചനം കണ്ടുകിട്ടുകയില്ല, കാണുകാനേ കഴിയില്ല, അലഞ്ഞു നടന്നാലും കിട്ടാത്തൊരവസ്ഥ വരും എന്നാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയൊക്കെ നമ്മൾ ആലോചിച്ചു, അത് എന്തൊരു കഷ്ടമുള്ളൊരു കാലത്തായിരിക്കും ഈ ഒരു വചനം എങ്ങും കാണാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുക. ബൈബിളുകളെല്ലാം എല്ലായിടത്തും നശിപ്പിക്കപ്പെടുന്നൊരവസ്ഥ വരുന്നത് അത്ര കണ്ട് ശത്രു, അത്ര കണ്ട് പ്രതിയോഗി ഈ ജനത്തിൻ്റെ മേലെ ആകുമ്പോഴാണ്. അപ്പോൾ ആ ഒരു കാലം നമുക്ക് ചിന്തിച്ചാൽ ഒരു തരം സ്വാതന്ത്ര്യവുമില്ലാത്ത, ഒന്ന് മുട്ടുകുത്താനോ ഒന്ന് പ്രാർത്ഥിക്കാനോ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലമായിരിക്കാം. അപ്പോൾ എന്നാൽ ആ കാലത്ത് ദൈവജനം ഏറ്റവും തീവ്രമായി, ഏറ്റവും തീക്ഷ്ണമായി ദൈവത്തെ തന്നെ അന്വേഷിച്ച് കുത്തിയിരിക്കുന്ന ഒരു കാലം വരും. അപ്പം അങ്ങനെ വരുമ്പം കഷ്ടത്തിൻ്റെ ഏറ്റവും മൂർത്തമായ ഒരവസ്ഥയാണല്ലോ. ആ അവസ്ഥയിൽ വചനം അന്വേഷിക്കാൻ പറ്റിയില്ലെങ്കിലും, വചനം കാണാൻ പറ്റിയില്ലെങ്കിലും, അവരുടെ ഹൃദയത്തിലുള്ള ദൈവത്തെ അറിയുന്ന കാര്യങ്ങൾ വെച്ച് അവർക്ക് അറിയാതെ നിലവിളിച്ചു പോകും. അത് അതുപോലെ കഷ്ടമായിരിക്കും അനുഭവിക്കുന്നത്. അതിപ്പം ഇസ്രായേലിന് മാത്രമുള്ളതാണോ, ലോകത്തെല്ലായിടവുമുള്ള ജാതികളിൽ നിന്ന് വന്ന ജനത്തിനുള്ളതാണോ എന്നൊക്കെ ഇനി കാര്യങ്ങൾ നടക്കുമ്പോഴേ അറിയാനൊക്കും. പക്ഷേ ഇവിടെ നമുക്ക് അറിയാവുന്ന പോലെ ഇസ്രായേലിനോട് തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ വചനം ഇല്ലാത്തൊരു കാലമൊക്കെയും വരുന്നത് സർവ്വഭൂമിയിലോ അല്ലെങ്കിൽ വേറെ ദേശങ്ങളിലോ, ഇസ്രായേൽ അല്ലാത്തടത്തോ ഇസ്രായേലിലോ ഒക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ അന്നാളിൽ സൗന്ദര്യമുള്ള കന്യകമാരും യൗവനക്കാരും ദാഹം കൊണ്ട് ബോധം കെട്ടു വീഴും. ഏത് ദാഹം? വചനത്തെ സംബന്ധിച്ചുള്ള ദാഹം എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ അകത്ത് ഒരു സത്യം ചെയ്യുന്നവർ വീഴും. എന്താണ്? ബേർഷബ മാർഗത്തെ ഒക്കെ സത്യം ചെയ്യുന്നവർ, ദാനെ വെച്ച് സത്യം ചെയ്യുന്നവർ, അവിടെയൊക്കെ അന്യദൈവങ്ങളാണ്. അത് സത്യം ചെയ്യുന്നവർ അവർ ഇടറി വീഴും, അവർ ഇനി എഴുന്നേൽക്കുകയുമില്ല. ആ ഒരു കാര്യം ചെയ്യുന്ന ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ഒരു ജനമാണ് ഈ വടക്കേ രാജ്യമായ ഇസ്രായേലിലുള്ളത്, ശമരിയിലുള്ളത്, ദാനിലുള്ളത്, എഫ്രൈമിലുള്ളത്, ഈ പറഞ്ഞ ബർഷേബയിലുള്ളത് ഒക്കെ. എല്ലാവരും അത്തരം അന്യദൈവങ്ങളെ, യഹോവ ദൈവത്തെ അന്വേഷിക്കുകയോ അനുസരിക്കുകയോ ശുദ്ധീകരിക്കുകയോ ഒന്നും ചെയ്യാത്തൊരു ജനമായതുകൊണ്ട് അവരുടെ എല്ലാവരുടെയും അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവർ ഇനി എഴുന്നേൽക്കുകയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. മൂന്നാമത്തെ വായനാഭാഗം അപ്പോസ്തലനായ പൗലോസ് ഫിലമോന് എഴുതിയ ലേഖനം. ഫിലമോൻ എഴുതിയ ലേഖനം എന്ന് പറയുമ്പോൾ ഇത് ആകെ ഒരൊറ്റ അധ്യായമേ ഉള്ളൂ. ചെറിയ ഒരു ലേഖനമാണ്. പൗലോസ് അപ്പോസ്തലന്റെ ഏറ്റവും ചെറിയ ലേഖനം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ചെറിയ ലേഖനമാണ്. അത് എഴുതുന്നത് പൗലോസും തിമോത്തിയോസും ചേർന്നാണ് എഴുതുന്നതിനോട് ആദ്യത്തെ വാക്യത്തിലുണ്ട്. ആർക്ക് എഴുതുന്നതും അവിടെയുണ്ട്. ഫിലമോൻ എന്ന നിനക്കും സഹോദരിയായ അപ്പിയയ്ക്കും ഞങ്ങളുടെ സഹപഠനായ അർക്കിപ്പോസിനും നിൻ്റെ വീട്ടിലെ സഭയ്ക്കും എഴുതുന്നത്. അപ്പോൾ ഇത്രയും പേർക്ക് അഡ്രസ്സ് ചെയ്തിട്ടാണ് ആ കത്ത് എഴുതുന്നത്. അപ്പം ഇവിടെ ഒറ്റ വിഷയമാണ് ഈ ഫിലമോൻ എഴുതുന്ന ലേഖനത്തിലുള്ളത്. അത് ഫിലമോൻ അത്യാവശ്യം ജീവിത സാഹചര്യങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യനായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അയാൾക്ക് ഒരു അടിമയുണ്ടായിരുന്നു, അല്ലെങ്കിൽ അയാൾക്ക് ഒരു ജോലിക്കാരനുണ്ടായിരുന്നു. അയാളുടെ പേരാണ് ഒനേസിമോസ്. ഒനേസിമോസ് അവിടെ നിന്ന് ചാടിപ്പോയി. അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് ഓടിപ്പോയിട്ട് തടവിലാകുമ്പോൾ അവിടെ വെച്ചാണ് ഒനേസിമോസിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഒനേസിമോസ്
സുവിശേഷം പറയുകയും അങ്ങനെ ഒനേസിമോസും ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുകയും ഇന്ന് ഒനേസിമോസ് ഫിലമോൻ ഒരു വിശ്വാസിയൊക്കെ ആയിരിക്കുന്നത് പോലെ തന്നെ ഇന്ന് ഒനേസിമോസും ഒരു വിശ്വാസിയാണ്. അപ്പോൾ അവിടെ ക്രിസ്തുയേശുവിൽ എല്ലാവരും ഒന്നത്രേ എന്നുള്ള ഉപദേശം നമ്മൾ ഏറ്റെടുത്താൽ, ഫിലമോനെ സംബന്ധിച്ച് ഫിലമോന് ഇയാളെ അടിമയായിട്ടും തന്നെ പറ്റിച്ചു പോയവനായിട്ടും ഒക്കെ ആയിട്ടാണ് കാണാനൊക്കെയുള്ളൂ. അതിനി പൊതുവെ എല്ലാ മനുഷ്യർക്കും എത്ര ക്രിസ്തുവിൽ സഹോദരനായെന്ന് പറഞ്ഞാലും ചിലപ്പോൾ സാധ്യമാകാത്തൊരു കാര്യം, എന്നാൽ അത് സാധ്യമാകുവാൻ തക്കവണ്ണമുള്ള ഒരു എഴുത്ത് സ്നേഹത്തിനെ സംബന്ധിച്ച്. അപ്പോൾ അങ്ങനെ ഉപദ്രവിച്ച ആളെ സ്നേഹിക്കാനും ക്രിസ്തുവേശുവിലായ ഒരു വിശ്വാസിയായി മാറുന്ന എത്ര കൊള്ളരുതാത്തവനായിരുന്നാലും അയാളെ തൻ്റെ മറ്റ് സഹോദരങ്ങളെപ്പോലെ കാണുവാനും സ്നേഹിക്കുവാനും ഒക്കെ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അപേക്ഷിക്കുന്ന ഒരു കത്താണ് ഫിലമോന് എഴുതിയ ഈ ലേഖനം. അവിടെ എഴുതുന്നത്, തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാകുന്നു ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നത്. തടവിലായിരുന്നപ്പോൾ ജനിപ്പിച്ച എന്ന് പറഞ്ഞാൽ തടവിലായിരുന്നപ്പോൾ സുവിശേഷം സംബന്ധിച്ച് ജനിപ്പിച്ച ആൾ എന്നർത്ഥത്തിലാണ്. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ. എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു. സുവിശേഷം നിമിത്തമുള്ള തടവിൽ എന്നെ ശുശ്രൂഷിക്കേണ്ടതിന് അവനെ നിനക്ക് പകരം എൻ്റെ അടുക്കൽ നിർത്തിക്കൊള്ളുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും നിനക്ക് ഗുണമാകേണ്ടതിന് ഞാൻ അങ്ങനെ നിർത്തുന്നില്ല, നീ അവനെ അയക്കുകയാണ്. അവൻ അല്പകാലം നിന്നെ വേർവിട്ട് പോയത് അവനെ സദാകാലത്തേക്ക് നിനക്ക് ലഭിക്കേണ്ടതിനായിരിക്കും. അല്പകാലത്തേക്ക് വിട്ടുപോകുമ്പോഴുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇയാളുടെ കൂടെ നിൽക്കാൻ വയ്യ എന്ന് പറഞ്ഞ് പോയതാണ്. എന്നാൽ തിരിച്ചു വരുമ്പോൾ ക്രിസ്തുവിൽ ആയിത്തീർന്ന ഒരാൾ സദാകാലത്തേക്കും സഹോദരനാണ്. ബാക്കി ഭൂമിയിൽ ഒരു ബന്ധങ്ങൾ പോലെയുമല്ല. ഈ ബന്ധം എന്നേക്കും നിലനിൽക്കേണ്ട ബന്ധമെന്ന് പറയുന്നത് നിത്യജീവൻ അവകാശമാക്കി ദൈവരാജ്യത്തിലെത്തുമ്പോൾ എല്ലാവരും ഉണ്ടാകേണ്ടവരല്ലേ. അപ്പം അവിടെ സദാകാലത്തേക്കും നിനക്ക് ലഭിക്കേണ്ടതിനായിരിക്കും. ഇവൻ ഇനി ദാസനല്ല, ദാസന് മീതെ പ്രിയ സഹോദരനാണ്. അപ്പം നിൻ്റെ ദാസനായിരുന്നു, നിൻ്റെ അടിമയായിരുന്നു, നിന്നെ പറ്റിച്ചിട്ട് പോയവനാണ്, നിൻ്റെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് പോയിട്ടുള്ളവനായിരിക്കാം. അങ്ങനെയുള്ളവനാണെങ്കിൽ പോലും ഇന്ന് അവൻ പ്രിയ സഹോദരനാണ്. അവൻ വിശേഷാൽ എനിക്ക് പ്രിയനെങ്കിൽ നിനക്ക് ജഡസംബന്ധമായും കർത്തൃസംബന്ധമായും എത്ര അധികം. അപ്പോൾ ജഡസംബന്ധമായി വളരെ നാളുകളായിട്ട് കൂടെ ഉണ്ടായിരുന്നവനാണല്ലോ, സഹായിയായിരുന്നു. അവന് ഒരുപാട് ഉപയോഗം ഒനേസിമോസ് വഴി ഫിലമോൻ ഉണ്ടായിട്ടുണ്ട് ജഡപ്രകാരം. അതുപോലെ തന്നെ ഇന്ന് കർത്തൃസംബന്ധമായും എന്തുമാത്രം നിനക്ക് ആയിരിക്കേണ്ടതാണ് എന്ന് പറയാണ്. വേറെ കാര്യം, അവൻ നിന്നോട് വല്ലതും കടംപെട്ടുണ്ടെങ്കിൽ നിൻ്റെ എന്തെങ്കിലും അന്യായമായോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് എൻ്റെ പേരിൽ കണക്കിട്ടുകൊള്ളുക, ഞാനത് തരാം. പൗലോസ് എന്ന് ഞാൻ സ്വന്തം കൈയാൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ നിനക്ക് തരാം. എന്നിട്ട് വേറൊരു കാര്യം പറയുന്നുണ്ട്, ഞാൻ തന്നെ തന്നു തീർക്കാം, പക്ഷേ നിന്നെ തന്നെ എനിക്ക് തരുവാൻ കടംപെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയണമെന്നില്ലല്ലോ. അതേ സഹോദര, നിന്നെക്കൊണ്ട് എനിക്ക് കർത്താവിൽ ഒരു അനുഭവം വേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ എൻ്റെ ഹൃദയം തണുപ്പിക്കാം. നിൻ്റെ അനുസരണത്തെപ്പറ്റി എനിക്ക് നിശ്ചയമുണ്ട്. ഞാൻ പറയുന്നതിലും അധികം നീ ചെയ്യും എന്നറിഞ്ഞിട്ടാവുന്നു ഞാനിത് എഴുതുന്നത്. ഇതല്ലാതെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് നൽകപ്പെടും എന്ന് പ്രത്യാശ ഉണ്ടാകൊണ്ട് എനിക്ക് പാർപ്പിടം ഒരുക്കിക്കൊള്ളുക. അപ്പോൾ അങ്ങനെ ഒരു കാര്യം മാത്രമേ ഞാൻ ആദ്യം പറഞ്ഞിട്ട് ഈ ഒരൊറ്റ കാര്യം മാത്രമേ ഈ ലേഖനത്തിലുള്ളൂ. ഒനേസിമോസിനെ സംബന്ധിച്ചുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഒനേസിമോസിനെ കൈക്കൊള്ളുക എന്നുള്ളതാണ്. സ്നേഹത്തിൽ കൈക്കൊള്ളുക. അവൻ നിനക്ക് പണ്ട് ദാസനായിരിക്കാം, അവൻ നിന്നിൽ നിന്ന് ഓടിപ്പോയവനായിരിക്കാം, നിൻ്റെ മെറ്റീരിയൽസ്, അതായത് നിൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോയവനായിരിക്കാം. ഇന്ന് അവൻ അങ്ങനല്ല. ഇന്ന് അവൻ ക്രിസ്തുവിൽ നിനക്ക് ഒരു സഹോദരനാണ്. പണ്ട് ദാസനായിരുന്നു, ഇന്ന് സഹോദരനാണ്. ദാസനോട് കാണിച്ച രീതികളും സ്വഭാവമല്ല ഒരു സഹോദരനോട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് അത് ചെയ്യുമെന്ന് തന്നെയാണ്, അങ്ങനെ തന്നെ ചെയ്യും എന്ന് തന്നെയാണ് ഒനേസിമോസിനോട് അങ്ങനെ തിരിച്ച് വൈരാഗ്യം കാണിക്കില്ല, സ്നേഹിച്ച് കൂടെ കൂട്ടും എന്ന് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ ഫിലോമോനെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത്. ഇത് നമുക്ക് വലിയൊരു ഉപദേശം തന്നെയാണ്. ഈ ഒനേസിമോസിനെ പോലെ പറ്റിക്കുകയോ ഒനേസിമോസിനെ പോലെ അടിമയായിരിക്കുകയോ ഒനേസിമോസിനെ പോലെ ഇതുപോലുള്ള വലിയ കുറ്റങ്ങൾ ചെയ്തത് അല്ലാതെ നമ്മുടെ കൂട്ടത്തിൽ
ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ നിസ്സാരമായ സംഭവങ്ങൾക്ക് പോലും അത് ക്രിസ്തുവിൽ സഹോദരനായിട്ട് പരിചയപ്പെട്ട് നാളുകളായി ജീവിക്കുന്ന ആളുകൾ തമ്മിൽ പോലും അത്തരം വിദ്വേഷവും അകൽച്ചയും പിണങ്ങിപ്പോക്കും ഒക്കെയും സംഭവിക്കാറുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. പക്ഷെ അത് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതൊന്നും ഒന്നും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമേ അല്ല. അയാൾ ഒരു ക്രിസ്തുവിലായിരുന്ന ഒരാളല്ല ഈ ഒനേസിമോസ്. തൻ്റെ കൂടെ ദാസനാണ് അയാൾ. ആ ദാസൻ്റെ അവസ്ഥ, അന്നത്തെ അവസ്ഥയെ നോക്കണം. ദാസൻ്റെ അവസ്ഥയിൽ നിന്നും അയാൾക്കൊന്നും ഒരു സ്വാതന്ത്ര്യമില്ല. അത്തരം സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അടിമ എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ അടിമ തന്നെ, എല്ലാവർക്കും അടിമ തന്നെ. എവിടെയൊക്കെ അടിമ, ഈ അടിമയെ വിൽക്കാൻ വരെ സ്വാതന്ത്ര്യമുണ്ട്. അടിമയെ വിൽക്കാം, അത് യാതൊരു അവകാശവും അടിമയ്ക്കില്ല. അങ്ങനെ ഒരു അടിമയാണ്, ജോലിക്കാരനാണ്, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ദോഷം വരുത്തിയിട്ടുള്ള ആളാണ് ഇപ്പോൾ വിശ്വാസത്തിലേക്ക് ക്രിസ്തുവിൽ ചേർന്നിരിക്കുന്നത്. അപ്പോൾ അയാൾ ഇനി നിനക്ക് ദാസനല്ല സഹോദരനാണെന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ബന്ധങ്ങളെ ഒന്ന് നന്നായി പരിശോധിക്കേണ്ടതാണ്. നമ്മളെങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരെ കാണുന്നത്, പ്രത്യേകിച്ച് ക്രിസ്തുവിൽ സഹോദരനായിരിക്കുന്ന നമ്മുടെ സഹോദരനെയോ സഹോദരി എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിന് ഒരു ആത്മപരിശോധനയ്ക്ക് ഈ അധ്യായം ഇടയാക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. 3 വായനാഭാഗങ്ങളിലൂടെ അവസാനിക്കും. നാളെ പുതിയ വായനാഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമുക്ക് ദൈവകരങ്ങളിൽ സംരക്ഷിതരായിരിക്കാം. നന്ദി.